അച്ഛാ അച്ഛാ, മൂന്നാറിലെ ലാൻഡ് കേസിൽ നാളെ കമ്മീഷന് മുമ്പാകെ വർഗീസ് മാപ്പിള ഒറിജിനൽ പ്രമാണം ഹാജരാക്കുന്ന വക്കീല് പറഞ്ഞു. അയ്യോ, അങ്ങനെയാണ് കുഴപ്പമാവലോടാ. ആ, ഞാൻ അറിഞ്ഞവിടെ കാര്യസ്ഥൻ കുഞ്ഞച്ചിനെ അങ്ങ് പൊക്കി. എന്നിട്ട് ഇല്ലാത്തൊരു കഞ്ചാവേസും ചാർജ് ചെയ്യിച്ച് ഞാൻ അങ്ങ് അറസ്റ്റ് ചെയ്യിച്ചു. എന്നിട്ട് അവനോടെ കുഞ്ഞച്ചാ, വർഗീസ് മാപ്പിള പ്രമാണങ്ങൾ ഏത് ലോക്കറിൽ വെച്ചിട്ടില്ല നിനക്കറിയാം. നീ സത്യം പറഞ്ഞില്ലെങ്കിൽ സസ്പെൻഷൻ കഴിഞ്ഞ് വന്നതിന്റെ കൂറ് ഈ ദാമോദരൻ നിന്നോട് കാണിക്കും. എന്നെ ഇനി ഉപദ്രവിക്കരുത്, ഒരു കേസിന് പ്രതിയാക്കരുത്. ഞാൻ സത്യം പറയാം. ആ പ്രമാണങ്ങൾ ബാങ്ക് ലോക്കറിലൊന്നും അല്ല സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, പാലമറ്റത്ത് തറവാട്ടിലെ സേഫില. അപ്പൊ പാലമറ്റം തറവാടുന്ന് തൂത്തു വരേണ്ടി വരുമല്ലോടാ മക്കളെ. ഇതെന്താ എല്ലാം കൂടെ വലിച്ചു വാരിയിട്ടിരിക്കുന്നത്? ഇതെല്ലാം ജോജിയുടേതാ. പുതിയ വീട്ടിൽ അവന്റെ മുറിയിലേക്ക് എടുത്തു വെക്കാനാ. സോറി, ഇപ്പൊ മാറ്റിത്തരാം. വേണ്ട വേണ്ട, ഞാനും കൂടെ സഹായിക്കാം. ജോർജിയുടെ പാസ്പോർട്ട് കിടക്കുന്നുണ്ട. എത്ര സില്ലി ആയിട്ടാ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. കൊള്ളാം. ഓ, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ജോർജി നാട്ടിൽ വന്നിട്ട് 5 മാസവും 14 ദിവസവും. ഇത്രയും കാലം അവൻ എവിടെ ആയിരുന്നു? തുടങ്ങി പോലീസുകാരന്റെ കോണിസ്റ്റ്. ശരി, ഞാൻ അടുക്കളയിലോട്ട് പോട്ടെ. പള്ളിയിൽ നിന്ന് അച്ഛനെ വിളിച്ച് നീ ആ വീടൊന്ന് വെഞ്ചരിപ്പിക്കണം. എന്നിട്ട് ഞാൻ അങ്ങോട്ട് താമസം മാറാൻ പോവാ. ഇനി എന്റെ മരണം വരെ എനിക്ക് ആ വീട് മതി. ഹലോ ക്രിസ്റ്റി, ഒരു സീരിയസ് മാറ്റർ ഡിസ്കസ് ചെയ്യാനുണ്ട്. തറവാട്ടിലല്ല, ക്രിസ്റ്റിയുടെ പുതിയ വീട്ടിൽ. ഒന്നിവിടം വരെ വരണം. അപ്പച്ചനറിയണ്ട, ക്രിസ്റ്റി മാത്രം. എന്താ? എന്താ അളിയ? ജോർജ് കുട്ടിയുടെ കൊലയാളിയെ ഞാൻ തിരിച്ചറിഞ്ഞു. ഇത് കണ്ട, ജോർജിയുടെ പാസ്പോർട്ട് ഡ്യൂപ്ലിക്കേറ്റ്. ജോർജ് കുട്ടി കൊല്ലപ്പെട്ട അന്ന്, അതായത് 2/9/2010 തന്നെയാണ് ജോർജ് കൊച്ചിയിലെത്തിയതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇത് കണ്ട, ജോർജിയുടെ ബാഗിൽ നിന്ന് കണ്ടെത്തിയതാണ്. ഇത് ക്രിസ്റ്റി ജോർജ് കുട്ടിക്ക് കൈമാറിയ പണം. ഈ നോട്ടുകെട്ടുകളുടെ സീരിയൽ നമ്പേഴ്സ് അന്ന് പോലീസ് റെക്കോർഡ്സിൽ നോട്ട് ചെയ്തിരുന്നു. ഇതും ജോർജിയുടെ ബാഗേജിൽ നിന്ന് കണ്ടെത്തിയതാണ്. ജോർജി? അതെ, ജോർജ് കുട്ടിയെ കൊന്നത് ജോർജി തന്നെയാണ്. എന്തായി പറയുന്നത്? ഇറ്റ് വാസ് എ പ്ലാൻഡ് മർഡർ. നോ, അവനായിരിക്കില്ല. ഞാൻ ചോദിക്കാം. വേണ്ട, ഞാൻ അവനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനിവിടെ തന്നെയുണ്ട്. ജോർജി, DCP Niranjan. Hello. Let's sit there. നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. എനിക്കറിയാനുള്ള ചില കാര്യങ്ങൾ പറയാനുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ടും എനിക്ക് മനസ്സിലാവും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി ഹാവ് ടു ഗോ ത്രൂ ദിസ്. ഇനി എന്ത് ചോദിക്കാനും പറയാനുമാണ് സർ? എന്റെ മകന്റെ കൊലയാളികളെ താങ്കൾ കണ്ടെത്തി കഴിഞ്ഞല്ലോ. ഐ ഹാവ് സീൻ യുവർ പ്രസ് മീറ്റ് ഓൺ TV. കേസ് CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ കോടതിയിൽ മൂവ് ചെയ്യണം. That's up to you. പക്ഷെ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. And I'm hoping you will cooperate. ഇവിടെ വരുന്നതിന് മുമ്പ് സൈമൺ വാസ് ബേസ്ഡ് ഇൻ ഡൽഹി ആൻഡ് മുംബൈ, അല്ലേ? അതെ. അവിടെ അയാൾ നിങ്ങളുടെ ബിസിനസ്സുമായി ഇൻവോൾവ് ആയിരുന്നു. Yeah, he was. പക്ഷേ അതൊരു ഫുൾ ഫ്ലെഷ്ഡ് ഇൻവോൾവ്മെന്റ് ആയിരുന്നില്ല.
അയാളുടെ രീതികളുമായി പലപ്പോഴും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തുപോകാൻ ബുദ്ധിമുട്ടായിരുന്നു. കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. അതും ഈ കേസും തമ്മിൽ എന്താ ബന്ധം? ഓഫീസർ, എൻ്റെ മകനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞതിൽ പലതും ശരിയാണ്. അവന് ഒരുപാട് ദുശ്ശീലങ്ങളുണ്ടായിരുന്നു. ബട്ട് ഹി വാസ് സോ ഡിയർ ടു അസ്. യാ, ഐ നോ. ഡൽഹിയിലേക്ക് ബേസ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സൈമൺ 2 വർഷത്തോളം പൂനെയിലില്ലായിരുന്നു. നിങ്ങളുടെ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റ് ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് മസ്റ്റ് ഹാവ് ബീൻ അബൌട്ട് 7 years ബാക്ക്. പിന്നെ പെട്ടെന്ന് എന്താ ഡൽഹിയിലേക്ക് അയാളെ മാറ്റിയത്? MBA ഡിസ്കണ്ടിന്യൂ ചെയ്ത് നാട്ടിലേക്ക് വന്നപ്പോഴാണ് ഒരു എൻഗേജ്മെന്റ് എന്ന നിലയിൽ അവനെ പൂനെയിലേക്ക് പ്ലേസ് ചെയ്തത്. ആൻഡ് ഹി വാസ് ടു യങ് ദെൻ. പിന്നെ അവൻ്റെ ടേസ്റ്റ് റിയൽ എസ്റ്റേറ്റും ഫിനാൻസും ഒക്കെയാണെന്ന് അറിഞ്ഞപ്പോൾ ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. നാഷണൽ ക്രിക്കറ്റ് ലീഗിൽ കേരളത്തിന്റെ ടീം ഓൺ ചെയ്യാനുള്ള സൈമന്റെ തീരുമാനം നിങ്ങളുടെ അറിവോടും സമ്മതത്തോടും കൂടിയായിരുന്നു. എന്നെ ആരും ഉപദേശിക്കണ്ട. I'll do what I want. ക്രിക്കറ്റിൽ ഞാൻ പണം മുടക്കിയിരിക്കും. എല്ലാം അങ്ങനെ നിന്റെ ഇഷ്ടത്തിന് വിടാനാവില്ല. ആരാ നിങ്ങളുടെ സമ്മതം ചോദിച്ചു? പറ്റില്ലെങ്കിൽ പറ. I'll go to court. സ്വത്ത് വീതം വെച്ച് തരേണ്ടി വരും. The great Palathingal group will be split vertically. സൈമൺ, നിർത്തുന്നുണ്ടോ? Oh, you want to stop me? Then do it. നാളെ എൻ്റെ പ്രസ് മീറ്റ്. Just enjoy the show. അതെ, ഞങ്ങളുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് അവൻ ആ തീരുമാനം എടുത്തത്. ഓ, വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് മാർട്ടിൻ ദിനകർ എന്ന ആളെ അറിയൂ? ഇല്ല, മീഡിയയിലൂടെ മാത്രമേ അയാളെക്കുറിച്ച് അറിയൂ. Are you sure? Why? Of course, I'm sure. Okay. Mr. Joseph, എതൊക്കെ ബിസിനസ്സിൽ കോമ്പറ്റീഷൻ? Why don't you talk to your son? ഞാൻ പറഞ്ഞല്ലോ മിസ്റ്റർ മാർട്ടിൻ, ഇറ്റ് ഈസ് ഹിസ് ഡിസിഷൻ. വി ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. Oh, is it? Then listen, கேரளாவுடைய நேஷனல் லீக் கிரிக்கெட் டீம் என் கம்பெனி மட்டும் தான் ஓன் பண்ணோம். You guys better back out, or you guys will have some real bad news coming your way. Take care, gentlemen. Take care of your son. And you, take care of your brother. ശരി, മാർട്ടിൻ ദിനകരനെ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി കൂടുതൽ ചോദ്യങ്ങളില്ല. ഞാൻ ഇറങ്ങുന്നു. ഈ ഫോൾഡറിൽ കൊച്ചിയിലെ ഫോർച്യൂൺ പാലസ് ഹോട്ടലിലെ ചില ബിൽ വൗച്ചറുകളുടെ കോപ്പികളാണ്. അവിടെ 2 ആഴ്ചകൾക്ക് മുമ്പ് സീക്കിംഗ് സ്വീറ്റിൽ നിങ്ങൾ രണ്ടുപേരും താമസിച്ചിരുന്നു ഫോർ എ ഡേ. അതേ ഹോട്ടലിലെ ദ ഫോറസ്റ്റ് എന്ന പേരുള്ള കോഫി ഷോപ്പിൽ നിങ്ങളും മാർട്ടിൻ ദിനകറും തമ്മിൽ ഒരു മീറ്റിംഗ് നടക്കുകയും ചെയ്തു. തെളിവുകളുണ്ട്. കേസ് CBI കൊണ്ട് ഏറ്റെടുപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ തമ്മിൽ ഒന്നുകൂടി കാണേണ്ടി വരും. And I'm afraid that meeting won't be this friendly. Morning. Can I join you for breakfast? Wow. Toasted bread, fruit jam, butter, egg white, cereals. Nice. That's what I call a typical single man breakfast. Since I have forcefully shared your breakfast, I guess it's a good beginning. Can we make friends with each other, please? இது நம்ம 3ஆவது தடவையா சந்திக்கிறோம். முதல் முறையா சந்திக்கிறப்போ என்னோட ஒருத்தர் கோஆப்ரேட் பண்ணாம போனா மறுபடியும் சந்திக்கிறப்போ என் கையில் ஒரு ரீத் இருக்கும். Remember we met at the funeral of Simon Palathingal?
I'm a bad guy, Niranjan. Very bad guy. Worse than you can imagine. எனக்கு உங்களை பத்தி எல்லாம் தெரியும். டேய் இங்க வாடா. Show him. நேத்தி கூட உங்க அப்பா கூட சரியில்லாம இருந்தது தெரியுமா? மெடிக்கல் காலேஜ்ல அவர் வந்தப்போ ஷூட் பண்ண விஷுவல்ஸ். And I know your secret. Why you still remain single. Have a look. உங்க 2 பேருக்குள்ள இருக்கிற பிரச்சனை முடியணும்னு ஆண்டவனை வேண்டிக்கிறேன். அடுத்த தடவை நான் இங்க வரப்போ மீரா ஷுட் சர்வ் பிரேக்ஃபாஸ்ட். இட்ஸ் பாசிபிள் நிரஞ்சன். But she has to keep quiet. எனக்கு சைமனுக்கு நடுவில் நடந்த சம்பவத்துக்கு ஒரே ஒரு சாட்சி அவதான். நீ சைமனோட அப்பாவுக்கும் பிரதருக்கு எவ்வளவு பிரஷர் கொடுத்தாலும் எனக்கு எதிராக மூச்சு விட மாட்டாங்க. They are shit scared. என் பின்னாடி மோப்பம் பிடிக்கிறது நீ நிறுத்தணும். இதை சொல்றதுக்கு நான் இன்னொரு தடவை உன்னை தேடி வர மாட்டேன். எனக்கு ரொம்ப பிடிச்ச மியூசிக் பேண்ட் எது தெரியுமா? Guns N' Roses. Roses for you, Niranjan. மார்டின் தினகர், உன் பேச்சு, நடப்பு, இருப்பு எதுவும் எனக்கு பிடிக்கல. நீ என்ன மிரட்டின இந்த விதம் அது கூட எனக்கு பிடிக்கல. Too melodramatic, you know. നിന്റെ അമ്മായപ്പന്റെ ഗൺസ് ആൻഡ് റോസസ്. Do you dare shoot me? എന്റെ അച്ഛന്റെ ദേഹത്തൊരു മൊട്ടുസൂചിയുടെ പോറലുണ്ടായ പിന്നെ മാന്യമായൊരു ശവമടക്ക് പോലും നിനക്ക് കിട്ടില്ലടാ. നിന്നെ പോലെയുള്ളവർ എപ്പോഴും ജീവിക്കുന്നത് മറ്റുള്ളവരുടെ ഭയത്തിലാണ്. ആനാ ഞാൻ அந்த ஜாதி இல்ல. பயமே என்ன பார்த்தா பயப்படுண்டா. നിനക്കെതിരെ മീര സാക്ഷി പറഞ്ഞിരിക്കും. And you won't even touch her feet. தப்பு பண்ணிட்ட நிரஞ்சன். I'll have the last laugh. ശരിയാണ്, അവസാനത്തെ ചിരി നിന്റേതായിരിക്കും. പക്ഷെ പിന്നീടൊന്ന് ചിരിക്കാൻ നീ ബാക്കിയുണ്ടാവില്ല. Now get lost.